ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. ബ്രെഡും ചിക്കനൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. മക്കൾക്കൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വീണ്ടും വീണ്ടും ഇത് നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, വളരെ സിമ്പിളുമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം, സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 പീസ് ചിക്കൻ എടുത്ത് വെച്ചിട്ട്, ബോൺലെസ് ആണ് കേട്ടോ, എല്ലില്ലാത്ത ചിക്കൻ എടുത്ത് വെച്ചിട്ട് ഒന്ന് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അതൊന്ന് മിക്സിൻ്റെ ജാറൊക്കെ എടുത്തിട്ട് പൊടിച്ചെടുക്കണം എന്നൊന്നുമില്ല, അങ്ങനെ കൈയായിട്ട് ചെറുതാക്കി പിച്ചെടുത്താലും മതി, അല്ലെന്നുണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ടൊന്ന് വലിച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ കാണിച്ചു തരാം. അരിണതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ഇട്ട് കൊടുത്തോണ്ടി, അല്ലാതെ എണ്ണ ഒറ്റക്ക് ഒഴിച്ച് കൊടുക്കരുത്, ബട്ടർ ഒറ്റക്കും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇവരെ രണ്ടാളെയും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരൽ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ബട്ടറുള്ളൂ, അപ്പോൾ ഞാനത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ബട്ടർ തോനുണ്ടെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം ബട്ടറും തന്നെ ഇട്ട് കൊടുത്തോളി, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ അത് ഒരു 2 ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഫ്ലെയിം കുറച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കി വെക്കുന്നത്. ഫ്ലെയിം കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഉള്ളി നല്ലോണം ഒന്ന് വയറ്റിയെടുത്താൽ മതി, അല്ലാതെ അങ്ങോട്ട് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടണമല്ലോ, അപ്പോൾ ആ ഒരു പരുവത്തിൽ ആയി കിട്ടിയാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്നും ഇങ്ങോട്ട് ഇളക്കി എടുക്കുമ്പോഴത്തേന് അത് ശരിയാവും കേട്ടോ. ഇത്രയൊക്കെ ഒരു നിറമാറ്റം ആയി കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ പേസ്റ്റ് ഇട്ട് കൊടുക്കണേന് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ചതച്ചെടുത്തതാണ് കേട്ടോ. ഞാൻ പേസ്റ്റ് ഉണ്ടാക്കി വെക്കാറില്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നോമ്പിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നല്ലാതെ, ഒരുപാട് പണി ഉണ്ടാകുമ്പോൾ ചെയ്യാമെന്നല്ലാതെ ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഒരിക്കലും ഉണ്ടാക്കി വെക്കലില്ല കേട്ടോ. നോമ്പിനും അധികമൊന്നും ഞാൻ ചെയ്ത് വെക്കാറില്ല. അപ്പോൾ അത് അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി വരുമ്പോൾ നമ്മളിതാ ഇതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇതൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തക്കാളി ഇട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതാക്കി പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നല്ലോണം ഒന്ന് വെന്ത് കിട്ടേണ്ട സാധനമൊന്നുമല്ല, നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. ഒന്ന് വാടി വന്നാൽ മതി. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ 1 ടീസ്പൂണിൻ്റെ പകുതിയോളം ഒറിഗാനോ സീസണിങ് അതുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ, നല്ലൊരു ടേസ്റ്റ് കാരണം. ഇനി ഇതില്ലാച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ, ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോണ്ട്. അപ്പം എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. അത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും, വലിയ വില ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഇളക്കിയതിൻ്റെ ശേഷം ഞാൻ നമ്മളവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അതിൻ്റെ ഇങ്ങനെ ചില ഭാഗത്ത് ഇങ്ങനെ കട്ട പിടിച്ച് കണ്ട് നിൽക്കുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് നമ്മളിങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് വേർപ്പെടുത്തിയിട്ട് എടുക്കണം കേട്ടോ. നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിങ്ങനെ 4 ഭാഗത്തേക്കൊന്ന് വകഞ്ഞ് വെക്കുക കേട്ടോ. എന്നിട്ട് ഉള്ളിൽ ഇതേപോലൊരു ഭാഗം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ബട്ടർ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ബട്ടർ കുറവാണെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണയിൽ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ആ മൈദൻ്റെ ഒരു പച്ച കുത്തലൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതെല്ലാതും കൂടി ഒന്നിങ്ങോട്ട് മിക്സാക്കി എടുക്കട്ടെ. മൈദൻ്റെ കളർ ഇങ്ങോട്ട് ചേഞ്ചായി വരും. ഇപ്പോൾ തന്നെ കാണില്ല, മൈദൻ്റെ കളറൊക്കെ ഒന്ന് വ്യത്യാസപ്പെട്ട് വന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കട്ടെ. നമുക്കിത് ഒരു എന്താ പറയുക, ഒരു ക്രീം പരുവത്തിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മളിത് ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് നിൽക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന്. കുറച്ചൊരു തിക്നെസ്സും ഉണ്ടാവും. പിന്നെ അതൊരു 1/4 കപ്പ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിച്ചെടുക്കുക തന്നെ വേണം കേട്ടോ. ഇത് ഇത്തിരി പാല് മതിയല്ലോ, തോനൊന്നും വേണ്ട. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഇങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ഇളക്കിയിട്ട് എടുക്കണം കേട്ടോ.
ഞാനിപ്പോൾ അതാ നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ കണ്ടില്ലേ ചൈനീസ് ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് അവരുണ്ടാക്കൽ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. പിന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ അതിന് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ചൂടൊക്കെ 3/4 ഭാഗം ചൂടാറിയിരിക്കണം കേട്ടോ. അപ്പോഴാണ് ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം മയോണൈസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഈ മയോണൈസും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിൽ വരൽ. കണ്ടില്ലേ, ഞാൻ ഫ്ലെയിം ഓഫാക്കി തണുക്കാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ മയോണൈസ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. നല്ല വലിയ സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുത്തോണ്ട് എനിക്കത് കിട്ടിയില്ല. സാധാ ചെറിയ കുഞ്ഞ് ബ്രെഡാട്ടോ എനിക്ക് കിട്ടിയത്. എനിക്ക് തോന്നി ഇന്ന് ബ്രെഡ് വാങ്ങിയപ്പോൾ സാധാ വാങ്ങണം അത്രയും വലിപ്പമില്ല ബ്രെഡിന് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞൊരു തൂക്കപാത്രത്തിന് മൂടി വെച്ചിട്ട് പിന്നെ ഇത് മുറിച്ച് നോക്കുമ്പോൾ ഇത് എന്താ പറയുക, ഒരു ഷേപ്പ് കിട്ടണില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് ആയി വന്നത്. അപ്പോൾ പിന്നെ ഞാനത് മാറ്റിയിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട്, സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ വക്കൊണ്ടാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ. നമ്മളെയൊക്കെ കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മൂടിൻ്റെ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ബ്രെഡുകൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതേമാതിരി ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. ആ ബ്രെഡിൻ്റെ അരികൊന്നും കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മിക്സ് ഈ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കുക. അപ്പോൾ ബ്രെഡ് എത്ര എണ്ണം വേണമെന്നുള്ളതിന് കണക്കൊന്നുമില്ല. നമ്മൾ ഈ ഫില്ലിങ്സ് തീരുന്നത് വരെയുള്ള ബ്രെഡാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതാ 1-2 ടേബിൾ സ്പൂൺ വീതം നല്ലോണം നിറച്ച് ഫില്ലിങ്സ് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ മേലെ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ വെച്ചെടുക്കട്ടോ. മൊസല്ല ചീസ് ആയാലും വേണ്ടിയില്ല, ചീസിൻ്റെ സ്ലൈസ് ആയാലും വേണ്ടിയില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ പീസോ അര പീസോ ഇങ്ങനെ മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ടായാലും വെച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. പക്ഷെ എൻ്റെ കയ്യിലില്ല കേട്ടോ. ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചെടുത്തിട്ടുമില്ല. ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി തന്നെ നമ്മൾ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതാ ഞാൻ എല്ലാത്തിൻ്റെ ഉള്ളിലും ഇതേമാതിരി ഫില്ലിങ്സ് വെച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒട്ടിപ്പിടിച്ച് കിട്ടും കേട്ടോ. ഇതിമൊന്ന് താഴെ പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മൾ മയോണൈസ് ഇതൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല സ്റ്റിക്കായിട്ട് അവിടെ നിന്നോളും. അപ്പോൾ ഞാൻ എല്ലാതും ഇതേപോലെ തന്നെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കൂട്ടുകാരോട് എപ്പോഴും പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല കേട്ടോ. നമ്മളെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ എല്ലാ ബെൽ ബട്ടണും കൂടെ ഓളൊന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറന്നിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നേരത്തെങ്കിലും എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി. അവരുണ്ടാക്കി നോക്കട്ടെ നമ്മളെ ഡിഷ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാമല്ലോ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കൊണ്ടിട്ടോ. പിന്നെ ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ ബട്ടർ കുറവായതുകൊണ്ടാണ് ഇത്ര ഇട്ട് കൊടുത്തിരിക്കുന്നത്. കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ബട്ടർ ഇട്ട് കൊടുത്തോണ്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ബട്ടർ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബട്ടർ ഇല്ലയെന്ന് വെച്ചിട്ട് പേടിക്കും വേണ്ട. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ തവയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ലൊന്നും ഇതാക്കിയെടുത്താൽ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് പിന്നെ ടോസ്റ്ററൊക്കെ നമ്മൾ സാൻഡ്വിച്ച് ഒക്കെ ടോസ്റ്റ് ചെയ്യുന്ന സാൻഡ്വിച്ചിൻ്റെ ടോസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ബട്ടറൊക്കെ തേച്ചിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത്രയൊന്നും പണീൻ്റെ ആവശ്യമില്ല. നമ്മളെ കയ്യിലിപ്പോൾ അതില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ടോസ്റ്ററൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ വെച്ച് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിനൊരു കുറവുമില്ല കേട്ടോ. ഇത് ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് വീണ്ടും വീണ്ടും എന്തായാലും ഉണ്ടാക്കും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും ചെയ്യും. അപ്പോൾ ഇതേമാതിരി ഒരു ഗോൾഡൻ കളറിലായി വരുമ്പോൾ നമുക്കിത് മറിച്ചിടട്ടോ. ഇത് പൊട്ടിപ്പോകുന്നില്ല. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല കറുമുറാന്നുള്ള പാകത്തിലാവും ഇത് മേലെ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. ഉള്ളി നല്ല സോഫ്റ്റായിട്ടും കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതാ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമ്മളെ എന്താ പറയുക, ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല കേട്ടോ. സാൻഡ്വിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മളെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രത്തേക്ക് എടുത്തിട്ട് മാറ്റട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട്
ഫീഡ്ബാക്ക് പറയണം എന്നോട്, ഇത് എങ്ങനെ ഉണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നുള്ളത് കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. മക്കൾക്ക് ഈ എന്താ പറയുക, ഫാസ്റ്റ് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാവില്ലേ, ഷവർമ്മ, സാൻഡ്വിച്ച് അങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും ഇതേ മാതിരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പുറത്ത് പോയിട്ട് നമ്മൾ എത്ര വില കൊടുത്തിട്ടാണ് അതൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കൽ, ഇതേമാതിരി തന്നെ കുറച്ച് സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ കേട്ടോ എല്ലതും. നമ്മൾക്ക് പുറത്തുനിന്ന് കഴിക്കണക്കാട്ടി വിശ്വസിച്ചിട്ട് കഴിക്കുകയും ചെയ്യാം. നമ്മളെ അടുക്കളയിൽ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പേടിക്കാതെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലതും ഇതേമാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളൊന്ന് ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ബ്രെഡ് മുറിക്കുന്നത് ഭയങ്കര ടാസ്ക് കേട്ടോ. നല്ല മൂർച്ചയുള്ള കത്തിയില്ല എന്നുണ്ടെങ്കിൽ പണി പാളിപ്പോവും കേട്ടോ. പിന്നെ എനിക്ക് പറ്റിയത് അത് തന്നെയാണ്. നമ്മൾ മുറിച്ചാൽ കത്തിയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ, പക്ഷെ മൂർച്ച 7 അയലത്ത് പോലും വന്നിട്ടില്ല. അങ്ങനത്തെ കത്തിയാണ് കേട്ടോ. അത് മേടിച്ചപ്പോൾ തന്നെ നല്ലൊരു പണി കിട്ടിയിട്ടുള്ള കത്തിയാണ്. നല്ല മൂർച്ച ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയിട്ടുള്ള കത്തി കേട്ടോ. എനിക്ക് കത്തി മുറിച്ചില്ല, ഞങ്ങൾക്ക് ഭയങ്കര പ്രാന്താണ് കേട്ടോ. പിന്നെ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മയോണൈസും കെച്ചപ്പും ഒക്കെ ഒഴിച്ചിട്ട് കുറച്ച് മല്ലിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കഴിക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ്, രുചിയൊക്കെ വരൽ. ഞാനിപ്പോൾ ഇതിൽ മയോണൈസ് ഇട്ട് കൊടുത്തിട്ടില്ല. മയോണൈസ് ഇത് കഴിക്കുമ്പോൾ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മെൽറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ നാളെ ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരും, മുൻപത്തെ വീഡിയോസൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണ്ട, ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെ സ്വന്തം നൂറ.